സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോലീസുകാർ പ്രിയങ്ക അറസ്റ്റ് ചെയ്തുകൊണ്ട് കൂടെ കൊണ്ടുപോകണമെന്ന് പറയുവാണ്ടോ. അത് കേൾക്കുന്നതും പ്രിയങ്ക എല്ലാവരുടെ അരികിൽ പോയി കരയുവാണ്. അമ്മേ, അച്ഛ, ഇവർ പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? ചെറിയമ്മേ, നിങ്ങളെങ്കിലും ഒന്ന് പറ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഒന്ന് പറ. എന്നാൽ അവരെല്ലാവരും പ്രിയങ്ക ഒഴിവാക്കുവാണ്ടോ. അങ്ങനെ പ്രിയങ്കയാണെങ്കിൽ അവിടെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം മുത്തശ്ശി പറയണേ, അല്ല പരമേശ്വര, എന്താ നിൻ്റെ തീരുമാനം? പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ അല്ലേ? അവർ പ്രിയങ്കയെ കൊണ്ടുപോയിക്കോട്ടെ അല്ലേ? ഈ സമയം പരമേശ്വരൻ പറയണേ, സാർ, നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ പരമേശ്വരൻ്റെ വാക്കുന്നതും പ്രിയങ്ക അങ്ങ് ഞെട്ടിപ്പോകുവാണ്ടോ. ഈ സമയം രാധികക്കും അത് കേട്ടിട്ട് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെ പോലീസുകാർ പ്രിയങ്ക അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുവാണ്. പിന്നാലെ തന്നെ രാധികയും പോകുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക അവർ ജീപ്പിലേക്ക് കയറ്റുവാണ്ടോ. ഈ സമയം രാധികയാണെങ്കിൽ ഐയോട് കരഞ്ഞു പറയുന്നുണ്ട് പ്രിയങ്ക നിരപരാധിയാണെന്നും അവളെ കൊണ്ടുപോകരുതെന്നും. എന്നാൽ അവരതൊന്നും കേൾക്കാതെ വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം രാധിക സങ്കടത്തോടെ അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുക. അച്ഛ, പ്രിയങ്ക ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല. ഒന്നുമില്ലെങ്കിലും അവൾ എൻ്റെ അനിയത്തിയല്ലേ. അവളൊരിക്കലും എന്നെ കൊല്ലാൻ ശ്രമിക്കില്ല. അവളുടെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ക്രൂരത ഒരിക്കലും അവൾ എന്നോട് കാണിക്കില്ല അച്ഛാ. പ്രിയങ്കയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അന്നേരം പരമേശ്വരൻ പറയണേ, മോളെ രാധികയും, പോലീസുകാരങ്ങനെ ഒരു തെളിവുമില്ലാതെ പ്രിയങ്ക കുറ്റക്കാരിയാണെന്ന് ഈ വീട്ടിൽ വന്ന് പറയില്ല. പിന്നെ അതുമാത്രമല്ല, ഈ കേസിൽ ഒരു വീഴ്ച വരുത്താൻ പാടില്ലെന്നും കൃത്യമായ ദിശയിൽ തന്നെ അന്വേഷണം നടത്തണമെന്നും ഞാൻ DYSP ഓഫീസിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ല മോളെ. പ്രിയങ്ക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. ഇല്ലച്ച, പ്രിയങ്ക ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അന്നേരം മുത്തശ്ശി പറയണേ, മോളെ, നീ പറയുന്ന ഒരു കാര്യം ശരിയാ. പ്രിയങ്കക്ക് ഒറ്റയ്ക്ക് ഇതുപോലൊരു കാര്യം ആസൂത്രണം ചെയ്ത് നടത്താൻ പറ്റില്ല. അവളുടെ പിന്നിൽ അവളെ സഹായിച്ച മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും പോലീസ് ചോദ്യം ചെയ്യട്ടെ. ആ ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രിയങ്ക തന്നെ പറയും മോളെ കൊല്ലാനായിട്ട് മറ്റാരൊക്കെ അവളുടെ കൂടെ നിന്ന് സഹായിച്ചതെന്ന്. ഈ സമയം പത്മിനി പറയണേ, എന്താണെങ്കിലും അവൾ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഇതിനോടകം തന്നെ നാട്ടുകാർ മൊത്തം അറിഞ്ഞു കാണും. ഇനി അവരെ കണിമംഗലം കുടുംബത്തെക്കുറിച്ച് എന്തായിരിക്കും പറഞ്ഞു നടക്കാൻ പോകുന്നത്? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെയും ഇതുപോലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അവൾ കാരണം നമ്മുടെ കുടുംബത്തിന് അഭിമാനം തന്നെയല്ലേ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും അകത്തേക്ക് പോകുവാണ്ട്. ഈ സമയം രാധികയാണെങ്കിൽ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ ഭഗവാനെ വിളിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലെത്തിയിരിക്കുന്ന പ്രിയങ്കേനെയും ആ SIനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്കേനെയും കൊണ്ട് വനിതാ കോൺസ്റ്റബിൾ SIയുടെ അടിയിലേക്ക് എത്തുക. അന്നേരം പ്രിയങ്കയാണെങ്കിൽ SIയോട് പറയണേ, അതെ, നിങ്ങൾ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ആരുടെയൊക്കെ വാക്ക് കേട്ട് എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാമെന്നോ? ഞാനാണ് ഈ തെറ്റ് ചെയ്തതെന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത്? വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നിരപരാധികളെ ലോക്കപ്പിലിടാനാണോ നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? അതെ, ആ അപകടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് നിന്റെ പേര് പറഞ്ഞതും. അങ്ങനെ കണ്ണി കണ്ടവർ ഒരു പേര് പറഞ്ഞു എന്ന് പറഞ്ഞ് അവരെല്ലാവരും കുറ്റവാളികളാകുമോ? അങ്ങനെയാണെങ്കിൽ ആ രണ്ടുപേർക്കും അവിടുത്തെ പ്രൊഡ്യൂസറിൻ്റെ ഹീറോയുടെ ആരുടെ പേര് വേണമെങ്കിലും പറയാലോ. അപ്പോൾ അവരെല്ലാവരും തെറ്റുകാരാകുമോ? ഈ സമയം SI പറയണേ, ആഹാ, നീയാൾ കൊള്ളാലോ, നിന്റെ നാട്ടിലും ഇത്രയ്ക്ക് നീളമൊക്കെ ഉണ്ടായിരുന്നോ? എന്നാൽ നീ കേട്ടോ, നിന്റെ ഭർത്താവും ആ സിനിമയിലെ ഹീറോയും കൂടി തന്നെയാണ് ആ രണ്ടുപേരെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നത്. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെങ്കിലും അവർ സമൂഹത്തിലെ എത്ര വിലയുള്ളവരാണെങ്കിലും അവർക്ക് തക്കതായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണമെന്നും ഒരു കാരണവശാലും അവർ രക്ഷപ്പെടാൻ പാടില്ലെന്നുമാണ് വരുൺ എന്നോട് പറഞ്ഞത്. അന്നേരം പ്രിയങ്ക പറയണേ, ശരി, നിങ്ങൾ ആർക്ക് വേണ്ടി എന്നെ കുരുക്കാൻ നോക്കിയാലും ശരി, മര്യാദയ്ക്ക് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. പ്രിയങ്ക ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. അത് കേൾക്കുന്നതും ആ SIക്ക് അങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ. ആഹാ, നീയാൾ കൊള്ളാലോടി. ഇപ്പം നിന്നോട് സംസാരിച്ചതുപോലെ എൻ്റെ മുമ്പിൽ നിന്നും ഒരാണായിരുന്നു സംസാരിച്ചെങ്കിൽ അവൻ്റെ ചെവിക്കൽ നോക്കി ഞാൻ പൊട്ടിച്ചാനേ. അവന് ശരിക്കും ഞാൻ പെരുമാറിയാനേ. ഇപ്പോൾ നീ ഒരു പെണ്ണായിപ്പോയല്ലോ, അത് തന്നെയാണല്ലോ നിൻ്റെ ആയുധവും. പക്ഷേ നീ കൂടുതൽ വാചകോടിച്ചാലുണ്ടല്ലോ, ഇവിടെ വനിതാ കോൺസ്റ്റബിളൊക്കെ ഉണ്ട്. അവരെ കൊണ്ട് നിൻ്റെ രോഷവും തിളപ്പമൊക്കെ ഞാൻ മാറ്റിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോളണം. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയ്ക്ക് വേണ്ടി പൂജാമുറി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രാധികേനെയാണ്. ഭഗവാനെ, പ്രിയ ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ എന്ന് കരുതി എന്നെ കൊല്ലാനും മാത്രം അത്രയ്ക്ക് ദുഷ്ട മനസ്സൊന്നും അവൾക്കില്ല. അവളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞാൽ അച്ഛനും അമ്മക്കും അത് താങ്ങാൻ പോലും പറ്റില്ല. ഭഗവാനെ, എനിക്കെൻ്റെ സങ്കടം പറയാൻ നീ മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. അവൾ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിക്കണം എന്നും പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ് രാധിക. രാധികയെ പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ട് മുത്തശ്ശി അരികിലേക്ക് വരിക. അങ്ങനെ മുത്തശ്ശിയെ കാണുന്നതും രാധിക പ്രിയങ്കയെ കാര്യം മുത്തശ്ശിയോട് പറയണേ, പ്രിയങ്ക ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല മുത്തശ്ശി, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇക്കാര്യം അറിഞ്ഞാൽ അച്ഛനും അമ്മക്കും അതൊരിക്കലും താങ്ങാനാവില്ല.
അന്നേരം മുത്തശ്ശി പറയണേ, പോലീസുകാർ തെളിവുകളടക്കുമല്ലേ പ്രിയങ്ക ഇവിടുന്ന് കൊണ്ടുപോയത്, ഇനി നമുക്കൊക്കെ എന്ത് ചെയ്യാനാ? മോള് ഭഗവാനോട് പ്രാർത്ഥിക്കുമല്ലേ? മോള് ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കേ, ഭഗവാൻ തന്നെ ഏതാ നീതിയെന്ന് മോൾക്ക് കാണിച്ചു തരും. പ്രിയങ്ക ഈ വീട്ടിലെ മരുമകളാണ്, അതിൻ്റെ ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ ഇവിടെ എല്ലാവരും അവളോട് കാണിക്കുന്നുണ്ട്. എന്നാൽ പ്രിയങ്കയെക്കാളും കൂടുതൽ മോളെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അത്രയ്ക്ക് നല്ല മനസ്സാണ് മോളുടേതും. അങ്ങനെയുള്ള മോളെ കൊല്ലാൻ പ്രിയങ്ക കൂട്ടുനിന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾക്കങ്ങനെ അവൾ വെറുതെ വിടാൻ പറ്റുമോ? അവളോട് ക്ഷമിക്കാൻ പറ്റുമോ? ഇവിടെയുള്ള പലർക്കും മോളുടെ സ്ഥാനം എന്താണെന്നറിയില്ല, എന്നാൽ മുത്തശ്ശിക്കത് നന്നായിട്ടറിയാം. മോളെ ഈ മുത്തശ്ശിക്ക് ഒത്തിരി ഇഷ്ടമാണ്, മോളിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പറഞ്ഞ് രാധികയെ സമാധാനിപ്പിക്കുവാണ്ട് മുത്തശ്ശി. അങ്ങനെ രാധിക വീണ്ടും കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. അന്നേരം മുത്തശ്ശി മനസ്സിൽ പറയണേ, പാവം കുട്ടി, ഇവളോട് ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ചിട്ടും അത് ഇവൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ധോനിയെത്തി കൊല്ലാൻ നോക്കിയിട്ട് പോലും അവളെ സ്നേഹിക്കുന്നു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും നന്മയുള്ള ഒരു പെൺകുട്ടിയെ തന്നെയാണല്ലോ വരുൺ സ്നേഹിച്ചത്. അങ്ങനെ പറഞ്ഞ മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഹോളിൽ നിൽക്കുന്ന പരമേശ്വരനെയും പത്മിനിനെയും മുത്തശ്ശിയൊക്കെയാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി പരമേശ്വരനോട് ചോദിക്കണേ, അല്ല പരമേശ്വര, നമുക്ക് സ്റ്റേഷനിലൊന്ന് വിളിച്ച് അന്വേഷിക്കണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും അവൾ കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനമല്ലേ നഷ്ടമായത്? അന്നേരം പരമേശ്വരൻ പറയണേ, ഞാൻ വരുണിനെ പലതവണ വിളിച്ചു, പക്ഷേ അവനെ ഫോണിൽ കിട്ടുന്നില്ല. ഈ സമയം രാധികം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കയുടെ കാര്യം രാധിക വീണ്ടും അവരോട് ചോദിക്കുവാണ്. അച്ഛൻ വിചാരിച്ച പ്രിയങ്കയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റും. അവൾ ഒരു തെറ്റും ചെയ്യില്ല അച്ഛാ, എനിക്കത് 100% ഉറപ്പുണ്ട്. എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് അച്ഛാ ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് വരുൺ അവിടെ എത്തുവാണ് കേട്ടോ. അന്നേരം പരമേശ്വരൻ ചോദിക്കണേ, വരുൺ നീ ഇതെവിടെയായിരുന്നു? എത്ര തവണ നിന്നെ ഞാൻ വിളിച്ചു? ഇവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ നടന്നതെന്നറിയോ? ഈ സമയം രാധിക വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുക. വരുൺ, പോലീസുകാർ വന്ന് പ്രിയങ്കയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. എന്നെ കൊല്ലാൻ നോക്കിയതിന് പിന്നിൽ പ്രിയങ്കയാണെന്ന് അവർ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് വരുൺ എന്താ ഒരു മാറ്റവും ഇല്ലാത്തത്? അന്നേരം പത്മിനി ചോദിക്കണേ, അതേ മോനെ, രാധിക മോള് പറഞ്ഞത് സത്യമാണ്, പോലീസുകാരുടെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ടെന്നാണ് പറയുന്നത്. അന്നേരം വരുൺ പറയണേ, അതിലിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? പോലീസുകാർ അവർക്ക് അവരുടെ ജോലി ചെയ്യണ്ടേ? അന്നേരം മുത്തശ്ശി പറയണേ, അല്ല മോനെ, എന്നാലും നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? എന്തിന്? അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ എല്ലാവരും അറിയാൻ വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇയാളെ ആ ലൊക്കേഷനിൽ വെച്ച് കൊല്ലാൻ നോക്കിയ 2 ഗുണ്ടകളെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഞാനും ആ സിനിമയിലെ നായകനായ റോഷൻ ചേർന്നാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് കേട്ടിട്ടും വലിയ ഞെട്ടലൊന്നും ഇല്ലാത്തത്. ഈ സമയം രാധിക വരുണിനോട് പറയണേ, വരുൺ, പ്രിയങ്ക ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യില്ല. പ്ലീസ്, പ്രിയങ്കയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇല്ല, ഈ കാര്യത്തിൽ ഇടപെടാൻ എന്നെ കൊണ്ടാവില്ല. ഞാനെന്നല്ല, ഈ വീട്ടിൽ നിന്ന് ആരും അവളെ രക്ഷിക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് പോവുകയുമില്ല. അയ്യോ വരുൺ, അങ്ങനെ പറയരുത് പ്ലീസ്. ദയവ് ചെയ്ത് വരുണിൻ്റെ കൂടെ സ്റ്റേഷനിലെങ്കിലും വരണം. എടോ രാധികേ, തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പ്രിയങ്കയെ വിശ്വസിക്കരുതെന്ന്. അയാൾ തന്നെ കൊല്ലാൻ പോലും മടിക്കില്ലെന്ന് പലതവണ ഞാൻ തനിക്ക് മുന്നറിയിപ്പ് നൽകിയതല്ലേ? ഇവിടെ എല്ലാവരും ചോദിക്കുമല്ലോ പ്രിയങ്കയോട് എന്താ എനിക്ക് ഇത്ര ദേഷ്യമെന്ന്. അവളുടെ സ്വഭാവം ഇങ്ങനത്തതായതുകൊണ്ട് തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ അവളിൽ നിന്നും അകന്നു നിന്നത്. അവളൊരു ക്രിമിനലാണ്. അങ്ങനെയുള്ള അവളുടെ ഒപ്പം ഞാൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിരിക്കുക, പ്രിയങ്കയ്ക്ക് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ഈ കുടുംബത്തിലും. മോനെ വരുൺ, നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പത്മിനി ചോദിക്കുക. അന്നേരം വരുൺ പറയണേ, ഞാൻ പറയുന്നത് സത്യം അമ്മേ. അമ്മക്കും അച്ഛനും ഇവിടെയുള്ള പലർക്കും അറിയാത്ത പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അതൊന്നും പറയുന്നില്ല. ഇനി എന്തു തന്നെ സംഭവിച്ചാലും ശരി, പ്രിയങ്ക വരുണിൻ്റെ ജീവിതത്തിലില്ല. അവൾ എന്നേക്കുമായിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ട് കഴിഞ്ഞു. പിന്നെ അവളെ ജയിലിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഞാനോ ഈ വീട്ടിലുള്ള ആരോ അതിനു വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്യില്ല. രാധികെ, ഇക്കാര്യം പറഞ്ഞ് താൻ ഇനി എൻ്റെ അരികിലേക്ക് വരണ്ട. താൻ എന്തു തന്നെ പറഞ്ഞാലും ശരി, എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ പറഞ്ഞ് വരുണകത്തേക്ക് പോകുവാണ്. അതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുവാണ് രാധിക. പിന്നീട് കാണിക്കുന്നത് രാധിക നേരെ റൂമിൽ പോയി ഫോണെടുത്ത് ആറ്റുവാശ്ശേരിയിലേക്ക് വിളിക്കുവാണ്. അങ്ങനെ മുത്തശ്ശിയായിരിക്കും കോൾ എടുക്കുന്നത്. ഹലോ മുത്തശ്ശി, ഞാൻ രാധികയാ. എന്താ കാര്യം? അത് മുത്തശ്ശി, ഇവിടെ കുറച്ച് മുമ്പ് പോലീസുകാർ വന്നിരുന്നു. അവർ പ്രിയങ്കയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. എന്നെ കൊല്ലാൻ നോക്കിയതിന് പിന്നിൽ പ്രിയങ്കയാണെന്ന് അവർ പറയുന്നത്. എടി ദ്രോഹി, നീ എൻ്റെ മോളെ ജയിലിലാക്കിയല്ലേ അവസാനം? നീ തന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ. ഇപ്പോൾ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ. അവിടെ എല്ലാവരുടെയും മനസ്സ് പ്രിയങ്ക മോൾക്കെതിരാക്കിയത് നീ ഒറ്റൊരുത്തിയാണ്. ആ വെള്ളച്ചാട്ടിൽ നിന്ന് വീണപ്പോൾ എന്തിനാടി നീ ജീവനോട് കൂടി തിരികെ വന്നത്? അന്നേ നീ മരിച്ചു പോരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെങ്കിലും സമാധാനത്തോടെ ജീവിക്കാമായിരുന്നു. മുത്തശ്ശി, ഇപ്പം സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് പ്രിയങ്കയെ രക്ഷിക്കണം. മുത്തശ്ശി, അച്ഛനൊന്ന് ഫോൺ കൊടുക്ക്. ഞാൻ കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞോളാം. വേണ്ട, ഇനി നീ ഒന്നും പറയാൻ നിൽക്കണ്ട. എന്താ പറയേണ്ടതെന്നൊക്കെ എനിക്കറിയാം. നീ വെച്ചിട്ട് പോടി എന്നും പറഞ്ഞ് മുത്തശ്ശി ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് ദേവൻ്റെയും യശോദയുടെ വരികിലേക്ക് പോകുക.
അന്നേരം ദേവൻ ചോദിക്കണേ, എന്താ എന്താ അമ്മേ, ആരായിരുന്നു ഫോണിൽ? ഓ, നിന്റെ പുന്നാര മോളാ രാധിക. കണിമക്കളത്തുള്ള ഒരു വിശേഷം പറഞ്ഞറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. അവിടെ പോലീസുകാർ വന്ന് പ്രിയങ്കയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിന്ന്. ആ രാധികയെ കൊല്ലാൻ നോക്കിയത് പ്രിയങ്കയാണത്രേ. അതിൻ്റെ ഏതോ തെളിവുകളുണ്ടെന്ന്. അത് കേട്ടിട്ട് ദേവനും യശോദയും ഞെട്ടലോട് കൂടി നിൽക്കുക. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യം. ഇതിൻ്റെ എല്ലാം പിന്നിൽ അവളാ, ആ രാധിക. അവൾ തന്നെ ആയിരിക്കും പ്രിയങ്കയാണ് അവളെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞത്. അതിന് കാരണമുണ്ടല്ലോ. പ്രിയങ്ക അഭിനയിക്കേണ്ട സിനിമയിൽ രാധിക അഭിനയിച്ചു. അതിൻ്റെ ദേഷ്യവും കുശുമ്പും കാരണമാണ് പ്രിയങ്ക ഇങ്ങനെ ചെയ്തതെന്ന് അവൾക്ക് വരുത്തി തീർക്കാമല്ലോ. അതുമാത്രമല്ല, കണിമംഗലത്തുള്ള ആരും പ്രിയങ്കയെ രക്ഷിക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്നില്ലെന്നും അവരുടെ എല്ലാവരുടെയും മനസ്സ് മാറ്റി പ്രിയങ്കക്കെതിരാക്കിയത് ഈ രാധിക എന്ന് പറയുന്നവൾ തന്നെയാണ്. ദേവേട്ട, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? നമുക്ക് ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് പോകാം. നമ്മുടെ മോൾക്ക് വേണ്ടി നമുക്ക് അവരോട് യാചിക്കാം. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ദേവ, എത്രയും പെട്ടെന്ന് ചെല്ല്, അല്ലെങ്കിൽ ആ പോലീസുകാർ ഇല്ലാത്ത കുറ്റമെല്ലാം നമ്മുടെ കുഞ്ഞിൻ്റെ തലയിൽ ഇട്ടു കൊടുക്കും. അങ്ങനെ ടെൻഷനോട് കൂടി ദേവൻ യശോദയും കുട്ടി സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.